വെന്തുരുകുകയാണ് കേരളം. ഇന്നു മുതൽ 3 ദിവസം 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരും. പാലക്കാട് 39.2 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നലത്തെ ചൂട്. ഏപ്രിൽ 19 വരെ ചൂട് 40 ഡിഗ്രിയിലോ അതിൽ കൂടാനോ സാധ്യതയുണ്ട്. കൊല്ലത്തും കോട്ടയത്തും കണ്ണൂരും താപനില ഇനിയും ഉയരാനാണ് സാധ്യത. ഇതിനിടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ അളവ് ആശങ്കാജനകമായ രീതിയിൽ ഉയരുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കൊല്ലം, പാലക്കാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം UV ഇൻഡെക്സ് 8 രേഖപ്പെടുത്തിയ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, കൊട്ടാരക്കര, പത്തനംതിട്ട, കോന്നി, ആലപ്പുഴ, ചെങ്ങന്നൂർ, കോട്ടയം, ചങ്ങനാശ്ശേരി, ഇടുക്കി, മൂന്നാർ, പാലക്കാട്, തൃത്താല എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ്. ഈ മേഖലകളിൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഇതുകൂടാതെ എറണാകുളം, കളമശ്ശേരി, തൃശൂർ, ഒല്ലൂർ, മലപ്പുറം, പൊന്നാനി എന്നിവിടങ്ങളിൽ UV സൂചിക 7 രേഖപ്പെടുത്തി. ഇവിടെ മഞ്ഞ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ സൂചിക 6 ആണ്. UV സൂചിക ഉയരുന്നത് സൂര്യാതപം, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. നിലവിലെ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതിശക്തമായ ചൂടിൽ ജലസംഭരണികളിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ സംഭരണികളിലെ ജലനിരപ്പ് ഇപ്പോൾ 34% എത്തി. 1.5 മാസം കൂടി വൈദ്യുതോൽപാദനം നടത്താനുള്ള വെള്ളം മാത്രമാണ് ശബരിഗിരിയിൽ അവശേഷിക്കുന്നത്. കക്കി ആനത്തോട് അണക്കെട്ടിൽ 957.34 മീറ്ററും പമ്പയിൽ 963.3 മീറ്ററുമാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജലസംഭരണികളിലെ ജലനിരപ്പ് നല്ല കുറവ് വന്നിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. കാലവർഷത്തിന് മുന്നോടിയായി സംഭരണികളിലെ വെള്ളം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് വൈദ്യുത ബോർഡ് അധികൃതർ. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡ് വർധന ഉണ്ടായിരിക്കുന്നു. വൈദ്യുതി ഉപയോഗം റെക്കോർഡ് കടന്നെങ്കിലും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ലെന്നും പവർ കട്ട് വരില്ലെന്നും മന്ത്രി K. കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടതായി വരുമെന്നും മന്ത്രി പറഞ്ഞു. കടുത്ത ചൂടിൽ നിർജ്ജലീകരണം മാത്രമല്ല ഉറക്കമില്ലായ്മ, തലവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക, പകൽ സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം.